കറിവേപ്പില കാറ്റർപില്ലറിനെ ഇതുപോലെ പച്ച നിറത്ത് കണ്ടാൽ നമ്മൾ വളരെ വൈകിപ്പോയി എന്നർത്ഥം. സാധാരണ ദിവസവും ശ്രദ്ധിച്ച് കണ്ടില്ലേ, ഇലകളൊക്കെ വെറും തണ്ട് മാത്രമായിട്ട് നിൽക്കുന്നത്. സാധാരണ നമ്മൾ സൂക്ഷ്മമായിട്ട് എല്ലാ ദിവസവും നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരു 3 മില്ലിമീറ്റർ നീളമുള്ളപ്പോൾ ചെറിയതായിട്ട് തന്നെ കണ്ടെത്താൻ പറ്റും. പിന്നെ അതിന് ഈ നിറമായിരിക്കില്ല, ആ സമയത്ത് പച്ചയല്ല, അതിനൊരു തവിട്ട് നിറന്ന ഒരു വരവരയൊക്കെ ആയിട്ടുള്ളൊരു കളറാണ്. ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇലകൾ തിന്ന് കാണുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക, എന്നാലാണ് ഈ നിറത്തിലുള്ളതിനെ കണ്ടെത്തുള്ളൂ. മറ്റത് കണ്ടെത്താൻ എളുപ്പമാണ്, നോക്കണമെന്ന് മാത്രം. ഒരു 2 മിനിറ്റ് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇലകളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ചെറിയ 3-4 മില്ലിമീറ്റർ ആകുമ്പോഴേക്കും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതിലും ചെറുത് കാണാൻ വിഷമമാണ്, പൊടിയാണോ എന്നറിയില്ല. ഇത് നല്ല വലുപ്പമായി, ഏകദേശം 5 സെൻറ്റിമീറ്ററായി. ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴും വലുതാകുമ്പോൾ കളറ് നല്ല പച്ചയാവും. കാരണം ചെറുത് ചിലപ്പോൾ നമ്മുടെ കണ്ടുപിടിക്കാതെ രക്ഷപ്പെട്ടു പോയിന്ന് വരുമല്ലോ. ഇത്ര വലുത് ആ കളറിലിരുന്നാൽ എന്തായാലും നമ്മൾ കണ്ടുപിടിക്കും, പെട്ടെന്ന് പിടിച്ച് മാറ്റും. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇതിന് വലുതാവുമ്പോൾ പച്ച കളർ വരുന്നത്. അതതിൻ്റെ ഒരു പ്രകൃതിയിൽ അതിനൊരു പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്, ക്യാമോഫ്ലാജിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. ശരിക്ക് ശ്രദ്ധിച്ച് നോക്കിയില്ലേ, ഈ ഇലകളിൽ ഇലയില്ലാത്ത തണ്ട് മാത്രമായിട്ട് നിൽക്കുന്ന കാണുമ്പോഴാണ് നമ്മൾ അടുത്ത് ഈ ആയിട്ടുണ്ട് എന്നുള്ളത് ആലോചിച്ച് ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കുക. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ നനയ്ക്കുന്ന സമയത്ത് അതിലെങ്ങനെ ഓടിച്ചങ്ങ് നോക്കിപ്പോയാൽ കാണില്ല അത്. ചിത്രശലഭം ഇപ്പോൾ ഇരുന്നത് ഒരു പാവലിൻ്റെ ഇലയിലാണ്, പക്ഷെ അവിടെ ഇങ്ങനെ പാറി നടക്കണ കാണാം. അപ്പോൾ ഇലകളോടാണ് താല്പര്യം, അല്ലാതെ പൂക്കളോടല്ല. സാധാരണ നമ്മൾ കാണാറ് ചിത്രശലഭങ്ങൾ പൂക്കളെ തേടി നടക്കും പൂന്തേൻ നുകരാനെന്നല്ലേ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സ്ഥിരമായിട്ട് നോക്കിയാൽ ശ്രദ്ധിച്ചറിയാം. ഞാൻ കുറച്ച് നേരം അതിനെ നിരീക്ഷിച്ചു. അത് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, സ്പീഡിൽ പറക്കുന്നതുകൊണ്ട് അതിനനുസരിച്ച് ക്യാമറ ചലിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. എന്നാലും ശ്രദ്ധിച്ചോളൂ, പോയി ഇരിക്കുന്നത് ഒന്നും തന്നെ പൂക്കളുടെ മുകളിലല്ല. ഇവിടെ പൂക്കളില്ലാഞ്ഞിട്ടല്ല, പാവലിന് ധാരാളം പൂക്കളുണ്ട്. അവിടെ തേനീച്ചകളൊക്കെ വന്ന് പലതവണ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തേൻ നുകരുന്നതായിരിക്കണം. ഇതാണ് കറിവേപ്പിലയിൽ ചെന്നിരിക്കണത്, കണ്ടോ? അതാണ് ഈ ചിത്രശലഭത്തിൻ്റെ പ്രത്യേകത. കറിവേപ്പിലയോടാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ താല്പര്യം. കാര്യം എന്താണെന്നുള്ളത് 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ കറിവേപ്പിന് ഇലകളൊന്നും ഉണ്ടാവില്ല. എല്ലാം ചിത്രശലഭപ്പുഴു അഥവാ കാറ്റർപില്ലർ തിന്ന് തീർത്തിട്ടുണ്ടാവും. തുടക്കത്തിലൊരു ചെറിയൊരു പുഴുവായിട്ടാണ് കാണുക, ഒരു 3 മില്ലിമീറ്ററൊക്കെ ആയിട്ടാണ് കാണുക. പിന്നെ അതങ്ങ് വലുതാവും. 2 ദിവസം നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ കാണുമ്പോൾ നല്ല 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചെറിയ പെൻസിലിൻ്റെ മണ്ണുള്ള പച്ചപ്പുഴുവായിട്ട് മാറണ കാണാം. അപ്പോഴേക്കും കറിവേപ്പില ഇലകളൊന്നും ഉണ്ടാവില്ല. അതാണ് ചിത്രശലഭവും കറിവേപ്പിലയും തമ്മിലുള്ള ബന്ധം. പലതവണ കണ്ടിട്ടുള്ളതാണ്, എന്നാലും എപ്പോൾ കാണുമ്പോഴൊന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നും. കാരണം അധികാർക്കും അത്ര ശ്രദ്ധയപ്പെടില്ല ഈ കാര്യം. ഫുൾ പച്ചയാവണതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജാണിത്. കുറച്ച് പച്ചയും കുറച്ച് കറുപ്പൊക്കെ കണ്ടില്ലേ. ഇത് ഓറഞ്ച് ചെടിയിലാണ് കേട്ടോ, കുറച്ച് മുമ്പത്തെ. അതാക്കണ്ടോ, ഇതാണ് അതിന് മുമ്പത്തെ കളറ്. ഇതാ വലിപ്പം കുറച്ചുകൂടെ ചെറുതാകുമ്പോൾ ഉള്ള കളറ്. മോർമോൺ ചിത്രശലഭത്തിൻ്റെ ലാർവയാണിത്, കണ്ടില്ലേ. ഇപ്പോൾ ഇതിന് ഫുൾ പച്ചയായിട്ടില്ല, പച്ച ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ നിറവ്യത്യാസം ഇതിന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ ചെറുതായിരിക്കും. ആദ്യം നമ്മൾ തുടക്കത്തിൽ കാണുകയാണെങ്കിൽ 2-3 മില്ലിമീറ്ററേ നീളം ഉണ്ടാവുള്ളൂ. ഞാൻ ആദ്യം കാണിച്ച ആ പച്ച ലാർവ ഏകദേശം 5 സെൻറ്റിമീറ്റർ വലുപ്പമുണ്ട്. ഇതിപ്പോൾ ഒരു 1-2 സെൻറ്റിമീറ്റർ വലുപ്പമുണ്ടാവും. പിന്നെ ഇത് ഒരു 4 സെൻറ്റിമീറ്ററൊക്കെ വലുപ്പമുണ്ടാവും. ഇത് കറിവേപ്പിലുള്ളതാണ്, ചെറുത്, കണ്ടില്ലേ. തിന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പുരോഗതി. ഇതാണ് അതിൻ്റെ യഥാർത്ഥ വലുപ്പം. പിന്നെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നതാണ്. എനിക്ക് ഇത് ഫോളോ ചെയ്യാൻ വളരെ രസമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ 2 ദിവസം വൈകിയാൽ മതി. കറിവേപ്പിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപദ്രവം കാണാറ്.